വയനാട് തിരുനെല്ലിയിലെ ആദിവാസി സ്ത്രീക്കെതിരായിട്ടുള്ള പീഡനത്തിൽ പോലീസ് റിപ്പോർട്ടിനെതിരെ അതിജീവിത രംഗത്ത്. എഫ്ഐആർ അപൂർണമാണ് എന്ന് ചൂണ്ടിക്കാട്ടി മജിസ്ട്രേറ്റിന് പരാതി നൽകിയിരിക്കുകയാണ് അതിജീവിത. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാനാണ് തീരുമാനം. പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ സുനിൽ മഠത്തിലും രംഗത്തെത്തി. ഇന്നലെ കാട്ടിക്കുളത്ത് നടന്ന പീഡനത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഈ പീഡനത്തിനിരയായ സ്ത്രീ കൊടുത്ത ആ മൊഴികളിൽ പല മൊഴികളും പോലീസുകാർ എഫ്ഐആർ ചേർത്തിട്ടില്ല. അവർ കഴിഞ്ഞ ജനുവരി 6-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അവിടുത്തെ പോലീസുകാരുടെയും അല്ലെങ്കിൽ അവരുടെ മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റ് രാഷ്ട്രീയ ഇവരുടെ അനുയായികളുടെയും നിർബന്ധപ്രകാരം ഇവർ ഈ പരാതി ഒത്തീർപ്പാക്കിയിരുന്നു. ഇവരതിൽ നിർബന്ധിതനാകുകയാണ് ചെയ്തത്. ആ വിഷയമൊക്കെ ഇന്നലെ മൊഴി കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ ആ വിഷയമൊന്നും എഫ്ഐആറിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ ഒരു 40,000 രൂപയോളം ഈ പ്രതി എന്നാരോപിക്കപ്പെടുന്ന വ്യക്തി ഇവരുടെ നിന്ന് പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. ഈ പൈസയെക്കുറിച്ചും പറഞ്ഞിരുന്നു. ആ പൈസയെക്കുറിച്ചൊന്നും എഫ്ഐആറിൽ മൊഴി വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് മൊഴി കൊടുത്ത സമയത്ത് ഈ വിഷയങ്ങളെല്ലാം പരാതിയായിട്ട് എഴുതി മജിസ്ട്രേറ്റിന് നൽകുകയുണ്ടായിട്ടുണ്ട്. ഇന്നലെ വിവരങ്ങളുമായി വയനാട് നിന്ന് രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ, ഈ സംഭവത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പോലീസിൻ്റെ ഒരു ഒളിച്ചുകളി പ്രകടമായി ഉണ്ട് എന്നുള്ളൊരു ആരോപണം രംഗത്തുണ്ട്. അതിജീവിത തന്നെയാണ് ആദ്യം ആ ആരോപണം ഉന്നയിച്ചത്. ആദ്യഘട്ടത്തിൽ വിഷയം ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിക്കുന്നു. പിന്നീട് മന്ത്രി അടക്കമുള്ള ആളുകൾ വിഷയത്തിൽ ഇടപെടുന്നു. ന്യൂസ് മലയാളം വാർത്ത കൊടുക്കുന്നു. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടുന്നു. പക്ഷേ മൊഴി അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വീണ്ടും ഒളിച്ചുകളി നടത്തുന്നു എന്നുള്ള ആരോപണവുമായി അതിജീവിത രംഗത്ത് വരുന്നു. പരാതിയുമായി പോലീസിൽ നിന്ന് കോടതിയിലേക്ക് കടക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നു. എന്തുകൊണ്ടാണ് പോലീസിന് ഇതിൽ ഒരു അധിക താല്പര്യമുണ്ടാകുന്നത്? ലാൽകൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഇതിൽ നിരുത്തരവാദപരമായ സമീപനം എടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ ആദിവാസി അതിക്രമ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ആ വിഭാഗത്തിൽ നിന്ന് ഒരാൾ പരാതി നൽകിയാൽ അത് വളരെ ഗൗരവത്തോടെ പരിഗണിക്കണം. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക കേസായിട്ട് പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ പോലീസ് വളരെ കൃത്യമായി ഇത് ഒത്തുതീർപ്പാക്കാനാണ് ശ്രമിച്ചത് എന്നാണ് പരാതിക്കാരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, അത്തരം ഒരു നടപടി, ഒരു പരാതി ഉണ്ടായി, ആ പരാതിക്ക് മേൽ നടപടി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നത് അത് ഒത്തുതീർപ്പാക്കി ആ പരാതി അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ്. തുടർന്നാണ് വീണ്ടും കഴിഞ്ഞ ദിവസം പരാതിക്കാരി ഇത്തരത്തിൽ പരാതി ഉൾപ്പെടെ നൽകുന്നത്. അന്ന് പറഞ്ഞ തന്റെ അനുഭവം ഉൾപ്പെടെ ഈ എഫ്ഐആറിൽ ഈ മൊഴിയിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനെ സംബന്ധിച്ച് ഒരു സൂചനയും ഈ പോലീസ് നൽകിയ മൊഴി പകർപ്പിൽ, ഇവർ ഒപ്പിട്ട മൊഴി പകർപ്പിലില്ല. പറഞ്ഞത് മറ്റൊന്ന്, എഴുതിയത് മറ്റൊന്ന് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അവരുടെ പരാതിയിലും വളരെ വ്യക്തമായി, പരാതിയും ആദ്യം മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ ലഭിച്ചതാണ്. ആ പരാതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ മൊഴിപ്പകർപ്പിലില്ല, മൊഴിയിൽ ഒപ്പുവെച്ച മൊഴിയിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ നേരിട്ട് മജിസ്ട്രേറ്റിന് ഇത് സംബന്ധിച്ച് പരാതി എഴുതി നൽകിയിട്ടുള്ളത്, നേരിട്ട് മൊഴി കൊടുക്കുന്നത്. പോലീസ് ഇത്തരത്തിൽ വളരെ പക്ഷപാതപരമായി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പോലീസിന്റെ ഇത് സംബന്ധിച്ചുള്ള ലക്ഷ്യമെന്ന് പോലീസ് തന്നെ വിശദീകരിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും തിരുനെല്ലി പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നാണ് പ്രാഥമികമായി ഇത്തരം ആക്ഷേപങ്ങൾ പുറത്തു വരുന്നതോടെ മനസ്സിലാവുന്നത്. എന്തായാലും ഇന്ന് അവർ മജിസ്ട്രേറ്റിന് നേരിട്ട് മൊഴി നൽകിയിട്ടുണ്ട്, പരാതിയുടെ കോപ്പി നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസ് എന്തുകൊണ്ട് ഈ നീതി ലഭിക്കേണ്ട ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിന്നു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. സ്വാഭാവികമായിട്ടും ഒത്തുതീർപ്പിന് ഏത് രീതിയിലുള്ള ഇടപെടലാണ് നടന്നത് എന്നുകൂടി ഈ സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് തന്നെ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും പോലീസിനെതിരെ തന്നെ വലിയ ആക്ഷേപമാണ് ഈ അതിജീവിത ഉന്നയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇതിന് കൃത്യമായ മറുപടി പോലീസ് ഉൾപ്പെടെ നൽകേണ്ടി വരും. ഇപ്പോൾ മാനന്തവാടി SMS DYSPക്കാണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് ചുമതല. ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അറസ്റ്റ് ചെയ്യപ്പെടുത്തിയ പ്രതിയെ റിമാൻഡ് ചെയ്യുക. അതിനിടയിലാണ് പോലീസിന്റെ തന്നെ എഫ്ഐആറിൽ ഇത്തരം വലിയ വലിയ ഗുരുതരമായ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിത നേരിട്ട് മജിസ്ട്രേറ്റിന് പരാതി നൽകിയിട്ടുള്ളത്. രതീഷാണ് വിവരങ്ങൾ നൽകിയത്. പരാതിക്കാരിയെ പറഞ്ഞു പിന്തിരിപ്പിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു പോലീസ്. ഒടുവിൽ പരാതിയിലും മൊഴിയിലും വൈരുദ്ധ്യങ്ങൾ നിറച്ചുകൊണ്ട് കേസിൽ വീണ്ടും ഒളിച്ചുകളി നടത്തിയാണ് പോലീസിൻ്റെ ഇടപെടലുകൾ എന്ന് കാണിച്ചുകൊണ്ടാണ് പരാതിയുമായി മുഖ്യമന്ത്രിയെയും മനുഷ്യാവകാശ കമ്മീഷനെയും കോടതിയെയും സമീപിക്കാൻ അതിജീവിത തീരുമാനിച്ചിരിക്കുന്നത്.